ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ജമന്തി ഇല്ലയോ അത് ഞാൻ പ്രൂണിങ് ചെയ്ത ശേഷം അതെങ്ങനെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം നമുക്ക് കാണാം അതിൻ്റെ ടിപ്സും കെയറും. ഹലോ ഫ്രണ്ട്സ്, ഇത് ഞാൻ ഹാർഡ് പ്രൂണിങ് ചെയ്തതാണ്. ഹാർഡ് പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞ് ഇതിൻ്റെ റിസൾട്ട് കണ്ടോ. അപ്പം ഇതിനകത്ത് നല്ല ബഡ്സ് വന്നിട്ടുണ്ട്. ഈ നല്ല ചൂട് സമയത്ത് ഇതിനെ നിരക്ഷിക്കണം നമുക്ക്. അപ്പം കൂടുതലൊന്നും ഫർട്ടിലൈസ് ഇപ്പോൾ ഒന്നും ഇടാൻ പാടില്ല. നമ്മൾ വിൻ്റർ സമയത്തിന് ഇതിന് മുട്ട് വരാൻ നേരത്ത് നമ്മുടെ മസ്റ്റർഡും നമ്മുടെ നീമിൻ്റെ എല്ലാം നമ്മൾ ഒഴിച്ചു കൊടുക്കത്തില്ലയോ. അപ്പം ഇത് താനെ ഇത് മുട്ട് വന്ന് എല്ലാത്തിനും മുട്ടുണ്ട്. നല്ല ഫ്ലവറിങ്ങും ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റാം. അപ്പം ഇപ്പം നമുക്ക് ഒന്നും ചെയ്യാൻ പാടില്ല. ഇതിന് മാത്രം സൂക്ഷിക്കാൻ വേണ്ടി എന്താ ചെയ്യണം, ഇതിന് നല്ല വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ ഇതിൻ്റെ ലീഫ് നല്ല ഗ്രീൻ ആയിട്ട് ഇരിക്കാൻ നമ്മുടെ എപ്സം സോൾട്ട് ഇല്ലയോ, എപ്സം സോൾട്ട് എന്ന് പറഞ്ഞ ഒരു ഫർട്ടിലൈസർ ഉണ്ട്. അത് ഇതിന് നമ്മുടെ ലീഫിനെ നല്ല ഗ്രീൻ ആയിട്ട് വെക്കും. അതിൻ്റെ റൂട്ട്സ് നല്ല സ്ട്രോങ് ആക്കി വെക്കും. അപ്പോൾ അത് നിങ്ങൾ 1/2 സ്പൂൺ എടുത്തോ അല്ലെങ്കിൽ 1 സ്പൂൺ എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിനകത്ത് നല്ലതായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ പുറത്ത് സ്പ്രേ ചെയ്താൽ മതി. അത്രയേ ഉള്ളൂ. അത് നിങ്ങൾ 15 ദിവസം കഴിഞ്ഞ് ചെയ്താൽ മതി. ബാക്കി ഇതിനകത്ത് ഒരു ഫർട്ടിലൈസറിൻ്റെ ഒരു ആവശ്യമില്ല. ഇത് നമുക്ക് ഇപ്പം സൂക്ഷിച്ച് വച്ചാൽ മതി നമ്മുടെ അടുത്ത വിൻ്ററിന്. അതുകൊണ്ട് അത്രയും ചെയ്താൽ മതി. വെള്ളം ഒഴിച്ചാൽ മതി. വെള്ളം നിങ്ങളുടെ സൗകര്യം ചെയ്തിട്ട് ഇട്ടാൽ മതി. നിങ്ങളിപ്പോൾ രാവിലെ ഒഴിക്കുമ്പോൾ നിങ്ങളുടെ പോട്ട് വൈകിട്ട് വരെ നിൽക്കുമ്പോൾ നിങ്ങൾ വൈകിട്ട് ഒഴിക്കണ്ട. അഥവാ അത് ഉണങ്ങിപ്പോയാലും വെള്ളം ഉണങ്ങിപ്പോയാലും പിന്നെ വൈകിട്ട് ഒഴിക്കാം. നിങ്ങളുടെ ഇഷ്ടമാണ്. അത് നോക്കണം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ട്, രാവിലെ ഒഴിച്ചിട്ടും ശരിയാണെന്നോ അല്ലെങ്കിൽ വൈകിട്ട് ഒഴിക്കണമെന്നോ. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ബാക്കി ഇത്രയേ ഉള്ളൂ. ഇതിനെ നിങ്ങൾ സൂക്ഷിച്ച് വെക്കണം. ഇപ്പോൾ ഒന്നും അതിനകത്തൊന്നും കളിക്കാൻ പാടില്ല. ഇപ്പം നോണ്ട, ഇത് ഞാൻ വീഡ്സ് ഇതുവരെ എടുത്തിട്ടില്ല. ഇത് കട്ട് ചെയ്യുന്ന അത് ഞാൻ എടുക്കാത്ത. ഇത് വലിക്കുമ്പോൾ താഴത്തെയും അങ്ങ് വന്നാലോ, അതുകൊണ്ട് ഞാൻ ഇത് കട്ട് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഇപ്പം നമ്മുടെ മഴ വരുമ്പോൾ മഴ സമയത്ത് ഇത് നിങ്ങൾ പിന്നെ കൊച്ചു കട്ടിങ് ആയിട്ട് നിങ്ങൾ സെപ്പറേറ്റ് ആക്കി ഒത്തിരി പ്ലാന്റ്സ് ഉണ്ടാക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടാം. ഇപ്പം ഞാൻ ഇത്രയും പറയുന്നുള്ളൂ. ഇങ്ങനെ തന്നെ നിങ്ങൾ സൂക്ഷിച്ചാൽ മതി. താങ്ക് യു.